ഇവൻ ആനന്ദ്, ഇത് വൈഷ്ണവി. രണ്ടുപേരും ചെറുപ്പം മുതൽ ഇഷ്ടത്തിലായിരുന്നു. മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ആനന്ദ് +2 കഴിഞ്ഞപ്പോൾ ഓട്ടോ ഓടിക്കാൻ പോയി. വൈഷ്ണവി പഠിക്കുന്നത് കൊണ്ട് തന്നെ സിറ്റിയിലുള്ള കോളേജിൽ അഡ്മിഷനും കിട്ടി. ആദ്യ ദിവസം തന്നെ വൈഷ്ണവിയെ ആനന്ദ് ഓട്ടോയിൽ കൊണ്ടുപോയി വിടുന്നു. ആദ്യമൊക്കെ വൈഷ്ണവി ഒതുങ്ങിക്കൂടി നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു നടന്നത്. പക്ഷേ ഒരു ദിവസം കോളേജിൽ ചുള്ളനായ ഒരു പണക്കാരനായ വിരാജിനെ അവനുമായി കണ്ടുമുട്ടി കമ്പനിയാവുന്നു. കുറേ പണക്കാരി ഫ്രണ്ട്സിനെയും കിട്ടും. അവരുടെ കൂടെ ഓസിന് കംപ്ലീറ്റ് മേക്ക് ഓവറൊക്കെ നടത്തി അവൾ മുന്നോട്ട് പോകുന്നു. അവളുടെ മാറ്റം കണ്ട് ആനന്ദിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവനോട് പറയാതെ അവൾ മോഡേൺ ഗെറ്റപ്പിൽ ഫ്രണ്ട്സിന്റെ കൂടെ പബ്ബിലേക്ക് പോകുന്നു. വൈഷ്ണവയുടെ ഗ്ലാമർ കണ്ട് വിരാജിന് ക്രഷ് അടിച്ചു. അവൾ ആനന്ദിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിരാജിന്റെ കൂടെ അവൾ ഹാപ്പി ആയിരുന്നു. വിരാജ് അവൾക്ക് ഐഫോൺ ഗിഫ്റ്റായി കൊടുക്കുന്നു. ആനന്ദ് കൊടുക്കുന്ന ഒഴിവാക്കിയിട്ട്. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും വിരാജ് വൈഷ്ണവിക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വിരാജിന്റെ ബർത്ത്ഡേ ദിവസം പാർട്ടിയിൽ വെച്ച് അവൻ അവളെ പ്രപ്പോസ് ചെയ്തു. അത് വൈഷ്ണവിക്ക് റിജക്റ്റ് ചെയ്യുകയുണ്ടായി. വൈഷ്ണവി ആനന്ദിനോട് ഐ ലവ് യു ബേബി എന്നൊക്കെ മെസ്സേജ് ഇട്ട് വിരാജിനെ കിസ് ചെയ്യുന്നു. ആ വീഡിയോ കാണിച്ച് വൈഷ്ണവി ഭീഷണിപ്പെടുത്തി. അവനുമായിട്ട് രാത്രി പങ്കിടണം എന്നായിരുന്നു വിരാജിന്റെ ഭീഷണി. അവസാനം അവൾ അതിന് സമ്മതിച്ചു. ആനന്ദ് ഗിഫ്റ്റായി കൊടുത്ത് സാരി എടുത്ത് ആനന്ദിനെ കൊണ്ട് തന്നെ വിരാജിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യിക്കുന്നു. അവൻ അവൾക്ക് വേണ്ടി വീടിന്റെ പുറത്ത് കാവൽ നിന്നു. അങ്ങനെ അവസാനം ആനന്ദിന്റെ ഒരു ഫ്രണ്ട് അവനോട് പറയുന്നു വൈഷ്ണവി അവനെ ചതിക്കുകയാണ് എന്ന്. പിറ്റേ ദിവസം ആനന്ദും വിരാജും പൊസസീവ് അടിച്ച് തമ്മിൽ കാണുന്നു. അവർ തമ്മിൽ പൊരിഞ്ഞ അടി ഉണ്ടാവുന്നു. ഗതികെട്ട വൈഷ്ണവി കത്തി കൊണ്ട് കഴുത്ത് മുറിച്ച് സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെടുന്നു. എല്ലാം കൊണ്ട് തന്നെ ആനന്ദ് തകർന്നു പോകുന്നു. അവസാനം ആനന്ദിനും വിരാജിനും അവളെ വേണ്ടതാകുന്നു. എല്ലാം വൈഷ്ണവ് മനസ്സിലാക്കുന്നു. അവൾക്ക് ആനന്ദിന്റെ അടുത്ത് തിരിച്ചു വരണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ആനന്ദ് തയ്യാറല്ലായിരുന്നു. അവൾ രണ്ടുപേരും ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കല്യാണം കഴിക്കുന്നു. ആനന്ദ് ഓട്ടോക്കാരനായി ജീവിക്കുന്നു.